ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാനിവിടെ അത്ര അടിപൊളിയായിട്ടൊന്നുമല്ല ഇരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും GCC കൺട്രീസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ. ഇസ്രായേലും ഇറാനും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ടുള്ളത് GCC കൺട്രീസിലുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് പ്രവാസികൾ. അപ്പം ഞാൻ ഇപ്പോൾ ഖത്തറിലാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഖത്തറിൽ നമ്മൾ ഈ വാർ നടക്കുന്നതിൻ്റെ ഇടയിലുള്ളൊരു ദിവസം കണ്ടാലോ. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യണത് മാർച്ച് 3-നും 4-നൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ലേറ്റായിട്ടാണ് എണീച്ചത്. ഒരു 8-8:30 ആയപ്പോൾ അലാറം അടിച്ചു. നമുക്ക് ബോംബ് മിസൈൽ വരുന്ന സമയത്ത് ഒരു അലാറം അടിക്കും. അപ്പോൾ ആ സമയത്ത് അലാറം ഹലാക്കിൻ്റെ സൗണ്ടിലാണ് അടിക്കുക. അതൊക്കെ കേട്ടിട്ടാണ് എണീക്കുന്നത്. രാത്രിയൊന്നും ഉറക്കത്ര ശരിയാവില്ല. ഇതേപോലെ അലാറംസ് അടിക്കും. പിന്നെ ബോംബ് പൊട്ടുന്നുണ്ടോ ഉള്ളൊരു ഭയത്തിൽ അങ്ങനെ കിടന്നുറങ്ങുകയല്ലേ ചെയ്യുക. അപ്പോൾ രാവിലെ നല്ല ലേറ്റായിട്ട് എണീച്ചതുകൊണ്ട് തന്നെ ഐസുമോൻക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനക്ക് വേഗം യൂണിഫോമൊക്കെ മാറ്റിയിട്ട് ക്ലാസ്സിന് ഇരുത്തി. അതിന് ശേഷമാണ് അവനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ മുട്ടയും കുറച്ച് ഫ്രൂട്ട്സും പാലൊക്കെ തന്നെയാണ് ഇപ്പോഴും അവൻ കഴിക്കാറ്. അപ്പോൾ കുറച്ച് നേരത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനക്കൊരു ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കൊടുക്കാമെന്ന് വെച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് അവനക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. അപ്പം ഞാൻ ചെയ്യണ ഒരു മെയിൻ പരിപാടി എന്താ വെച്ചാൽ ന്യൂസ് ഇട്ട് നോക്കും. എന്താണ് അവസ്ഥ, കറണ്ട് അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ന്യൂസൊക്കെ ഒന്ന് ഇട്ട് നോക്കും. ആദ്യം നമ്മുടെ മലയാളം ചാനലാണ് ഇട്ട് നോക്കുക, കാരണം എന്താണെന്ന് അറിയണമല്ലോ. പക്ഷെ അതിങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പേടിയാവും. കാരണം നമ്മളിപ്പോൾ മരിക്കാൻ പോണ പോലെയൊക്കെയാണ് അവർ പറയുക. അപ്പോൾ പിന്നെ അത് വേഗം കുറച്ച് എന്താണ് അപ്ഡേറ്റ്സ് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേഗം അൽ ജസീറ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് ചാനലുണ്ട്, അതിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. എന്താണെന്ന് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും ചെയ്യും. അതിൽ വല്ലാണ്ട് അങ്ങോട്ട് പേടിപ്പിക്കില്ല. നമ്മൾ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഉണ്ടായൊരു ഡാമേജാണ് നമ്മുടെ TVയുടെ ഡിസ്പ്ലേ പോയിട്ടുണ്ട് സൈഡിൽ. കഴിഞ്ഞ വർഷമാണ് പുതിയ TV മേടിച്ചത്. ഇപ്രാവശ്യം നമ്മൾ ഷിഫ്റ്റ് ചെയ്ത സമയത്തും പിന്നെയും ഡിസ്പ്ലേ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ TVയുടെ അവസ്ഥ. അതിനുശേഷം വീട്ടിൽ പിന്നെ ഡെയിലി ഉള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയിലൊന്ന് വിൻഡോ തുറന്നിട്ട് പുറത്ത് നോക്കി എന്താണ് അവസ്ഥ, ആകാശത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ, എവിടെയെങ്കിലും പൊട്ടുന്നുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനെ ആയിരുന്നു ആ ദിവസങ്ങൾ. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 28 ഒരു ഉച്ച 11:30 ആ ഒരു സമയത്താണ് ആദ്യമായിട്ട് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടു. കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈയിൽ ഇതേപോലെ ഒരു സൗണ്ട് കേട്ട് TVയിൽ കണ്ടപ്പോഴാണ് നമ്മൾ ബോംബ് പൊട്ടിയതാണെന്ന് അറിയണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് TV ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റാണ്. അതിലിങ്ങനെ ഖത്തറിൽ ഭയങ്കര സൗണ്ട് കേട്ടു, മിസൈൽ ബോംബ് വീണു എന്നൊക്കെ കേട്ട്. അപ്പോൾ പേടിയായി, നല്ലോണം പേടിച്ചു. കാരണം എന്താണ്, ഇല്ല വീട്ടിൽ, ഡ്യൂട്ടിക്ക് പോയിക്കാണ്. ആൾ 28 ലാസ്റ്റ് ഡേ ആണ് ആ ഒരു ഷിഫ്റ്റിൽ. ഉച്ചക്കാണ് ആൾ അവിടെ നിന്ന് വരിക, അബു സമ്രയിൽ നിന്ന് വരിക. അബു സമ്ര എന്ന് പറയുന്നത് ഖത്തർ സൗദി ബോർഡറാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഉദയ്ദ് എന്ന് പറഞ്ഞ സ്ഥലം. ഉദയ്ദിലാണ് നമ്മുടെ US ബേസ് ഉള്ളത്. അവിടേക്കാണ് ഏറ്റവും കൂടുതൽ മിസൈലും അവർ ബോംബിടുന്നത് തന്നെ ആ സ്ഥലത്തേക്കാണ്. അപ്പോൾ അത് കടന്നിട്ട് വേണം ഇക്കാക്ക് ഇങ്ങോട്ട് വരാൻ. അന്ന് ഞാൻ കുറച്ചൊന്ന് പേടിച്ചു, കാരണം ആദ്യത്തെ ദിവസമാണല്ലോ. ബോംബ് പൊട്ടുന്നുണ്ട്, TVയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഞാനും മോനും ഒറ്റക്കാണ്. അലാംസ് അടിക്കുന്നുണ്ട് ഫോണിൽ, എത്രയോ തവണ അലാം അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മൊത്തത്തിൽ പേടിച്ചിട്ടായിരുന്നത്. പിന്നെ ആളോട് ഞാൻ വിളിച്ചു, നല്ല ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ സ്റ്റേ ചെയ്തു. അങ്ങനെ കുറച്ച് പാനിക്കായ ദിവസമായിരുന്നു 28. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിനും സൗണ്ടുകളൊക്കെ നടങ്ങി. ഖത്തർ ഗവൺമെൻറ്റിൻ്റെ മെസ്സേജുകൾ വന്നു, എന്താണ് സംഭവം ഉണ്ടായത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വന്നു. അവിടെ നിന്ന് വീട്ടിലെത്തി, സമാധാനമായി. പിന്നെ അന്ന് രാത്രിയൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു 2 ഡേയ്സ് കുറച്ച് പേടിച്ചിട്ട് തന്നെയാണ് ഇരുന്നത്. അതിനുശേഷം ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഖത്തർ ഗവൺമെൻറ്റിന് മെസ്സേജ് വന്നു, നമ്മൾ ഈ സൗണ്ട് കേൾക്കുന്നതെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്യണതാണ്. ചുരുങ്ങിയ 1-2 മിസൈലുകളാണ് അവിടെ വീണിട്ടുള്ളത്. അതല്ലാതെ ബാക്കിയുള്ളതെല്ലാം ഖത്തർ ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കണു എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. എനിക്ക് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു US ബേസ് ഉണ്ട് ഉദയ്ദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. അതേപോലെ തന്നെ US എംബസി ഉണ്ട് വേറൊരു സ്ഥലത്ത്. അപ്പോൾ അങ്ങോട്ടൊക്കെയാണ് കൂടുതലും മിസൈൽസ് വരുന്നത്. അതല്ലാതെ നമ്മളുടെ ആളുകൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്നും അവർ മിസൈൽ വിടുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. എന്താ സത്യാവസ്ഥ എന്നൊന്നും അറിയില്ല. പിന്നെ എല്ലാം
ഖത്തർ തന്നെ മുകളിൽ നിന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യണതുകൊണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇതുവരെ. ഇനി അങ്ങോട്ടും ഒന്നുമില്ലാതിരിക്കട്ടെ. പിന്നെ എല്ലാത്തിനും ഉപരി പടച്ചവനാണല്ലോ വലിയ ആളെന്താ തീരുമാനിച്ചേക്കണമെന്നുള്ള അതുപോലൊക്കെ നടക്കും. അങ്ങനെ ആ ഒരു 2 ഡേയ്സൊക്കെ കഴിഞ്ഞ് 3-ാം തീയതി 4-ാം തീയതി ഒക്കെ ആയപ്പോൾ പിന്നെ സൗണ്ടുകളൊന്നും അധികം കേൾക്കുന്നില്ല. അപ്പോൾ ഖത്തർ ഗവൺമെൻറ് പറഞ്ഞത് എന്താ വെച്ചാൽ ഖത്തറിൻ്റെ ബോർഡറിൻ്റെ എത്തുന്നതിന് മുന്നേ തന്നെ അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിനുശേഷം ഒരു 4th നല്ല സൗണ്ട് കേട്ടു. അതുപോലെ ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴും ഇന്നും അലാംസ് വന്നിട്ടുണ്ടായിരുന്നു, സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, ഉച്ചക്കൊക്കെ നല്ല സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഇവിടേക്ക് മിസൈൽ വരുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അലാം വരുമ്പോൾ ഖത്തറിലുള്ള എല്ലാ മനുഷ്യന്മാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അലാം വരുന്നത് ബോംബ് വരുമ്പോഴാണ്. അങ്ങനെ മിസൈൽ അവർ ഇൻ്റർസെപ്റ്റ് ചെയ്ത് നമ്മൾ സൗണ്ടൊക്കെ കേൾക്കുക. അതിന് ശേഷം നമുക്കൊരു മെസ്സേജ് വരും, എലിമിനേറ്റായി ഓളാക്കിയാണ് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ എന്താണോ അലാം വരുമ്പോൾ ഒന്ന് എവിടെയെങ്കിലും സേഫായിട്ട് കയറി നിൽക്കുക. അതിന് ശേഷം മെസ്സേജ് വരും എല്ലാം കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങാൻ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ സ്കൂളുകളൊന്നും ഇപ്പോഴും റീ ഓപ്പൺ ആയിട്ടില്ല. അതിനിപ്പോൾ ഇനി നെക്സ്റ്റ് അക്കാഡമിക് ഇയർ തുടങ്ങാനായി. ഇനിയിപ്പോൾ അപ്പോഴാവുമെന്ന് വിചാരിക്കണം ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പോഴും നമ്മൾ സ്റ്റിൽ യുദ്ധത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡേ ഇൻ മൈ ലൈഫിലോട്ട് വരാം. അങ്ങനെ എൻ്റെ വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു, അടിച്ചു വരി തുടച്ചു. ഐസുമോൻ്റെ ക്ലാസ്സും കഴിഞ്ഞു. ഉച്ചയായപ്പോൾ അവന് അടിപൊളിയായിട്ട് ക്ലാസ്സിനൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് അവൻ എങ്ങനെ ക്ലാസ്സിൽ ആക്റ്റീവ് ആണോ അല്ലേ എന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റുന്നത്. സംഭവം ആൾ ഉഷാറാണ്. മാഷാഅല്ലാഹ്. നമ്മുടെ മക്കളിങ്ങനെ ചെയ്യണ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, എനിക്ക് മാത്രമല്ല എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആവും. എന്തൊരു സന്തോഷം, ഉള്ളിലൊക്കെ ഭയങ്കര സന്തോഷം. ടീച്ചർമാർ പറഞ്ഞതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത്ര അടിപൊളിയായിട്ടാണ് അവൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അവനെ മാത്രം പറഞ്ഞാൽ പോരാ, അവൻ്റെ ടീച്ചറും അടിപൊളിയാണ്. അത്രയും കുട്ടികളെ മാനേജ് ചെയ്ത് ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തുക എന്ന് പറയുന്നത് ടീച്ചറിൻ്റെ ഒരു കഴിവല്ലേ. ഈവനിങ് ആയപ്പോൾ ഞാനൊരു തട്ടിക്കൂട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കിയതൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. സോ ഞാനതൊക്കെ കൊണ്ട് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം നോമ്പ് തുറക്കാനുള്ളൂ. ഇക്ക ഡ്യൂട്ടിക്ക് പോയിക്കുകയാണ്. ആൾ പിന്നെ നോമ്പൊക്കെ തുറന്ന് രാത്രിയാണ് വരുള്ളൂ. പിന്നെ ഈ യുദ്ധവും കാര്യങ്ങളും ഇടക്കിടക്ക് സൗണ്ട് കേൾക്കലും ഒക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും ഉണ്ടാക്കാനും കുക്ക് ചെയ്യാനും ഒന്നിനും തോന്നില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഫ്രൂട്ട് സലാഡ് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ സൗണ്ട് കേട്ടാൽ നമ്മൾ ശരിക്കും പുറത്തേക്ക് നോക്കരുത്, ജനാലിൻ്റെ അടുത്തേക്ക് പോകരുത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തൊരു ക്യൂരിയോസിറ്റിക്ക് എന്തെങ്കിലും കാണാനുണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും മോനും വരുമല്ലോ, കാരണം അവനിതല്ലേ കാണുന്നത്. ബോംബ് പൊടണ സൗണ്ട് കേൾക്കുന്നു, നമ്മൾ പോയി നോക്കുന്നു. അപ്പോൾ അവനും ആസ് യൂഷ്വൽ എൻ്റെ കൂടെ വന്നു. ഞാൻ അവനോട് അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ വീടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു പുക പോണ പോലെ കാണുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു, എന്താ എവിടെയെങ്കിലും ബോംബ് വീടായിരിക്കുമോ, എന്തെങ്കിലും പൊട്ടിയായിരിക്കുമോ എന്നൊക്കെ തോന്നി. അങ്ങനെ ടെറസിൻ്റെ മുകളിൽ കയറി നോക്കാം. അപ്പം കാര്യമായിട്ട് അറിയുമല്ലോ. അപ്പോൾ ഒന്ന് ശാന്തമായി കുറച്ച് സൗണ്ടൊക്കെ കേൾക്കലൊക്കെ നിന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മെല്ലെ മുകളിൽ കയറി നോക്കി. മുകളിൽ കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് പുകയൊന്നുമല്ല, അത് കാർമേഘമാണ്. അന്ന് നല്ല ക്ലൗഡി കാർമേഘമുള്ള ദിവസമായിരുന്നു. അപ്പോൾ നല്ല കാറ്റുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം മേഘം നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയതാണ് താഴത്തുനിന്ന്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കി. അന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു ആകാശം കാണാൻ. കാർമേഘങ്ങളുടെ ഇടയിൽ കൂടെ സൂര്യൻ്റെ വെളിച്ചിറങ്ങി വരുന്നതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞാൻ താഴേക്ക് വന്നു. പിന്നെ അതിന് ശേഷം അന്ന് വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ മാത്രമല്ലേ നോമ്പ് തുറക്കാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഒരു ഉച്ചക്കായപ്പോൾ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചു, അവരവിടെ ചിക്കൻ കറിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ബോംബൊക്കെ പൊട്ടി പേടിയൊക്കെ മാറി ഇരിക്കുന്ന ദിവസമാണല്ലോ. പിന്നെ ഇക്കുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങോട്ട് പോവാം, കുറേ ദിവസമായി പുറത്തിറങ്ങിയിട്ട്. ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പത്തിരി ഉണ്ടാക്കുക, അവർ ഓൾറെഡി അവിടെ കറിയൊക്കെ സെറ്റ് ചെയ്തിരിക്കണമല്ലോ, ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പത്തിരി പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഫുള്ള് ഞാൻ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത്. അവിടെ നോമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പത്തിരി തന്നെ ആവും. പത്തിരിൻ്റെ കൂടെ ചിക്കൻ കറി, പത്തിരിൻ്റെ കൂടെ മുട്ടക്കറി, പത്തിരിൻ്റെ കൂടെ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും പത്തിരി ഉണ്ടാവലുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഉമ്മയൊക്കെ ഞാൻ ഉറങ്ങി നീച്ച് വരുന്നതിന് മുന്നേ തന്നെ പത്തിരി വാട്ടലും കുഴക്കലും എല്ലാം കഴിച്ചിട്ടുണ്ടാവും, പരത്തി വെച്ചിട്ടുണ്ടാവും. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചുടൽ മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ. ചുടാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ അടി കിട്ടും, അത് വേറെ കാര്യം. എഡിറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ പത്തിരി ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കണമെന്നറിയാം. എനിക്ക് ഈ പത്തിരി പരത്തണ പരിപാടി ഇഷ്ടമുണ്ടായിരുന്നില്ല, എനിക്ക് അറിയുണ്ടായിരുന്നില്ല. ഈ അടുത്തൊരു വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഈ പത്തിരി പരത്തണ പരിപാടി പഠിച്ചിട്ട്. ആദ്യം ചപ്പാത്തി പരത്താനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ പത്തിരി ഒറ്റയ്ക്ക് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ ഖത്തറിൽ വന്നിട്ടാണ്. ഇപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ പോലെ ഇക്ക കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി വരുമ്പോൾ ഐസുമോൻ ഇവിടെ ഇരുന്നിട്ട് കളർ ചെയ്യുന്നുണ്ട്. അവൻ്റെ സ്കൂളിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ഒരു പോസ്റ്റർ മേക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്കൂളിൽ നിന്ന് അയച്ചു തന്നത് തന്നെയാണ്. നമ്മൾ പ്രിൻ്റ് എടുത്ത് അതിൽ കളർ ചെയ്തിപ്പിച്ചിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം അവനിക്ക് നെക്സ്റ്റ് ഡേക്ക് ഒരു റാബിറ്റിൻ്റെ ഫേസ് മാസ്ക് ഉണ്ടാക്കലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. അങ്ങനെ അവൻ്റെ വണ്ണി മാസ്ക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് പോയി. പത്തിരി ചുടുമ്പോൾ ഫുള്ളായിട്ട് പൊള്ളക്കാനായിട്ട് ട്രിക്ക് ഉണ്ട്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും ചിലപ്പോൾ. ഞാൻ ഇപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു വീഡിയോ എടുക്കട്ടെ, ഷോർട്സ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കും. പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കും ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിടലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പത്തിരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് പൊള്ളച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനക്കേടാണ്. പിന്നെ ഇങ്ങനെ എനിക്ക് പിന്നെ ഇങ്ങനെ അതിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എന്താ ഇപ്പോൾ പത്തിരി പൊള്ളക്കാഞ്ഞി, ഇതിപ്പോൾ ചപ്പാത്തി പൊള്ളക്കാഞ്ഞി, ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയി ഉണ്ടാവുമോ, കുഴച്ചത് ശരിയായില്ലേ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടിരിക്കും. അപ്പം ഞാനൊരു സമാധാനത്തിന് നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പത്തിരി ഇടില്ല ചട്ടിയിൽ, അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടുക. എന്നിട്ട് ഒരു 5 സെക്കൻഡ് ജസ്റ്റ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിടുക. മറിച്ചിടുമ്പോൾ ലോ ഫ്ലെയിം ആക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ഒരു 1.5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക, ഇളക്കൊന്നും ചെയ്യാതെ. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി മറിച്ചിടുക. ആ സമയത്ത് എന്ത് ചെയ്യുക, ഒന്നും കൂടി ഹൈ ഫ്ലെയിം ആക്കുക. അപ്പോൾ നന്നായി പൊള്ളച്ച് വരും. അങ്ങനെ 2 തവണ ടോട്ടൽ മറിച്ചിടേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ ഈ നടുവിലൊന്ന് കുറച്ച് നേരം സമാധാനത്തോടെ അതിനെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് രണ്ടാമത്തെ മറിച്ചിടൽ അത് പൊള്ളച്ച് വരുള്ളൂ. ഞാൻ എപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലും ഫുള്ളായിട്ട് പൊള്ളച്ച് വരലുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയോണ്ടായിട്ട് ഞാൻ പറയണത്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയും. ഇല്ല ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിട്ടാ. എൻ്റെ സമാധാനത്തിന് പറഞ്ഞൊന്നുള്ളൂ. അപ്പോൾ ഓക്കെ. അങ്ങനെ പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗോവ ജ്യൂസും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ കുറച്ചധികം ഗോവ ഇരിക്കുന്നുണ്ടായിരുന്നു അടക്കാപ്പുറം. അപ്പോൾ അതുകൊണ്ട് ജ്യൂസൊക്കെ അടിച്ച് കുപ്പിയിലാക്കി. അതിനുശേഷം പത്തിരിയൊക്കെ പാക്ക് ചെയ്തു. അതിനുശേഷം എല്ലാം ഷടപടേന്ന് നിന്നു. ഇക്കാക്ക് നേരം വഴുകി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഒരു പർദ്ദയൊക്കെ ഇട്ടിട്ട് ഇറങ്ങി. കളി തുടങ്ങാനായി. 4:30 കളി തുടങ്ങും. അപ്പോഴേക്കിനും അങ്ങോട്ട് എത്തണം. 4:15 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. ഇറങ്ങുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ആദ്യം മുകളിലേക്കാണല്ലോ നോക്കുക, കാരണം ഇപ്പം അങ്ങനെയാണല്ലോ അവസ്ഥ. പക്ഷേ ഒരു സേഫാണ് എന്നുള്ളൊരു മനസ്സിലേക്ക് വന്നുകൊണ്ടാണ് നമ്മൾ പുറത്തിറങ്ങാൻ തന്നെ തുടങ്ങിയത്. അങ്ങനെ പിന്നെ വീട്ടിൽ തന്നെ കുറച്ച് ദിവസമായിട്ട് ഇരിക്കണോണ്ട് വേഗം പോവാമെന്ന് വിചാരിച്ച് മുകളിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പോണത്. ഒരു പേടിയും ഭയമൊക്കെ ഉണ്ട്, കാരണം അങ്ങനെ ആയിരുന്നല്ലോ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ പോവാണ്. അങ്ങനെ പോകുമ്പോൾ നല്ല സ്പീഡിലാണ് പോയിരുന്നത്. ഒന്നാമത് അവിടെ കളി തുടങ്ങുമെന്നുള്ള ബേജാറുണ്ടായിരുന്നു.
പിന്നെ ഒന്ന് വേഗം റോട്ടുമ്മലാണല്ലോ നിൽക്കണത്, എപ്പോഴത് വന്ന് പൊട്ടി താഴെ വീഴാമെന്ന് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ സ്പീഡിൽ പോവാണ്. മുകളിലേക്കൊക്കെ നോക്കി മാനൊക്കെ ക്ലിയറാണ്. അപ്പോൾ ഒരു സമാധാനത്തിൽ തന്നെ പോണത്. അങ്ങനെ അവിടെ എത്തിയതും കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം കളിയൊക്കെ കണ്ടു. അതിന് ശേഷം ഞങ്ങൾ നോമ്പ് തുറക്കാൻ ഉള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോയി. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഉച്ചയ്ക്ക് പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് അവളോട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ അവൾ പഴംപൊരിയൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മക്രോണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡും കഴിച്ചു. പത്തിരിയും ചിക്കൻ കറിയും പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി ഷമീൽഖാൻ്റെ വകയായിരുന്നു, ചിക്കൻ കറി അജീഷാൻ്റെ ഹസ്ബൻഡിൻ്റെ വക. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവരോട് ടാറ്റ ബൈബൈ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. കാരണം ഇക്കാക്ക് അന്ന് തന്നെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അന്ന് 8 മണിക്ക് ആൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ വേഗം ഫുഡ് കഴിക്കലൊക്കെ ഉണ്ട്, നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ നന്നായി പേടിച്ചിട്ടാട്ടോ വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം, അതായത് 3-ാം തീയതി രാത്രി ഒരു 7:30 ആ ഒരു സമയത്താണ് ലാസ്റ്റ് നമ്മൾ സൗണ്ട് കേട്ടത്, അലാംസ് അടിച്ചതും. അപ്പോൾ അതിന് ശേഷം പിന്നെ സൗണ്ടും കേട്ടിട്ടില്ല, അലാം ഒന്നും വന്നിട്ടില്ല, എല്ലാം ശാന്തതയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ 24 hours ആയിട്ട് ഇറാനിപ്പോൾ എന്താ പറ്റിയത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. പിന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ സൗണ്ട് കേൾക്കുന്നില്ല. ഖത്തറിൻ്റെ ഗവൺമെൻറ് പറഞ്ഞ പോലെ തന്നെ ഖത്തറിൻ്റെ ബോർഡർ എത്തുന്നതിന് മുന്നേ തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യണോണ്ടാവും മേ ബി ഞങ്ങൾ കേൾക്കാഞ്ഞത് അന്ന്. അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ആളെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സേഫായിട്ട് പോകണം, ശ്രദ്ധിച്ചിട്ടൊക്കെ പോകണം പറഞ്ഞിട്ടാണ് വിടുന്നത്. കാരണം അങ്ങോട്ട് പോയി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ ആ 1 മണിക്കൂർ നമുക്ക് സമാധാനമില്ലാത്ത സമയമാണ്. അപ്പോൾ ഈ 1 മണിക്കൂർ ഞാനിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതുമാതിരി സൗണ്ടുകൾ കേൾക്കുകയാണ്. പുറത്ത് പോയി നോക്കിയപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പണി നടക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണെങ്കിൽ 24 hours പണിയാണ്. അവരാണെന്നുണ്ടെങ്കിൽ ഓരോ സാധനങ്ങൾ താഴ്ത്തിക്കിടന്നു, അങ്ങടാക്കണോ ഇങ്ങടാക്കണോ, അതിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 1 മണിക്കൂർ അവിടെ എത്തിയെന്ന് പറയണത് വരെ ഒരു സമാധാനമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഉദയത്തിൻ്റെ മുന്നിൽ കൂടെയാണ് പോണത്. ഐസ്മോന് വണ്ടിയിൽ നിന്ന് തന്നെ തിരിച്ചു വരുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് പോവുകയും ചെയ്തു. ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആളവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ പിന്നെ സമാധാനമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു 2 days എങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ കുറച്ച് പേടിച്ചിട്ടൊക്കെ തന്നെയായിരുന്നു. ഞാനീ പറയണ ഒരു ലാഘവൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അതും കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഇത്ര ഭയങ്കര നോർമലായിട്ട് ഞാൻ പറയണത് കേട്ടോ. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, എല്ലാവരും സേഫാണ്. അപ്പോൾ വീഡിയോസ് ഇത്രേ ഉള്ളൂ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.